യുക്രൈൻ തീരദേശ നഗരമായ ഒഡേസയുടെ തുറമുഖം റഷ്യ ബോംബിട്ട് തകർത്തുവെന്ന് വാർത്ത വരുന്നുണ്ട്. റഷ്യൻ ജനറൽ കാർ സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ടുവെന്നും വാർത്ത വരുമ്പോൾ ബി ജെയിംസ് ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ഹായ്. ഈ ക്രിസ്മസ് കാലം പൊളിക്കുവോ? ക്രിസ്മസ് ആയിട്ട് ഈ ഉക്രൈനും ഇസ്രായേലും ഒക്കെ ആക്രമണം രൂക്ഷമാക്കിയിരിക്കുകയാണ്. അല്ല, പിയുടെ ആക്രമണം എന്തുവാ ഈ ക്രിസ്മസ് കാലം? ഇല്ല, നമ്മൾ വളരെ ശാന്തനാണ് ശാന്ത. ഇതിന് ഇങ്ങനെയൊന്നും യുദ്ധത്തിന്റെ തലത്തിലേക്ക് പോകേണ്ട കാര്യമില്ല. പറഞ്ഞാൽ അതിന് ഒരർത്ഥമല്ല, 1000 അർത്ഥങ്ങളുണ്ട്. അതെ അതെ അതെ, മനസ്സിനെ ശാന്തമാക്കുക, സന്തോഷമായിട്ട് ജീവിക്കുക, നിയന്ത്രിച്ച് നിർത്തണം. അതെ അതെ അതെ, അതെന്താണെന്ന് എനിക്ക് മനസ്സിലായി. എനിക്ക് അത്ര തന്നെയാണ് SKNോടും ഉപദേശിക്കാനുള്ളത്. ഈ ഉക്രൈൻ യുദ്ധം കൂടുതൽ രൂക്ഷമാവുന്നതിന്റെ കാര്യമാണ് കാണുന്നത്. ഒഡേസ ഉക്രൈന്റെ തീരദേശ നഗരമാണ്. ഒരുപക്ഷെ ഈ കരിങ്കടലിലേക്കുള്ള ഇത് കടക്കുന്നത് ഈ ഒഡേസ വഴിയാണ്. ഉക്രൈൻ്റെ ഒരുപാട് കാര്യങ്ങൾ കൊണ്ടുപോകുന്നത് അവിടെയാണ്. റഷ്യ കയറി വലിയ ആക്രമണം നടത്തിയിരിക്കുന്നത്. റഷ്യൻ ആക്രമണത്തിൽ ഒഡേസ തുറമുഖം ഏതാണ്ട് തകർന്നുവെന്നാണ്, അവിടെ തീയാളുന്നതിൻ്റെയൊക്കെ ദൃശ്യങ്ങൾ വരുന്നുണ്ട്. വല്ലാത്ത രീതിയിലുള്ള ആക്രമണമാണ് നടത്തിയിരിക്കുന്നത്. ഈ കീവ്, യുക്രൈൻ്റെ തലസ്ഥാനമായ കീവും ഖാർക്കീവും കഴിഞ്ഞാൽ മൂന്നാമത്തെ ഏറ്റവും വലിയ തുറമുഖമായിട്ട് അറിയപ്പെടുന്നതാണ് ഈ ഒഡേസ. എന്തായാലും ഒഡേസയിൽ ബോംബിട്ട് തകർത്തിരിക്കുന്ന എന്തായാലും ഒരു പ്രതികാരം എന്നോണം റഷ്യയുടെ ജനറലിനെ കാർ ബോംബിങ്ങിൽ കൊലപ്പെടുത്തിയിരിക്കുന്നു ഉക്രൈനാണ് ഇതിൻ്റെ പിന്നിൽ എന്ന് റഷ്യ ആരോപിച്ചിട്ടുണ്ട്. എന്തായാലും കാര്യങ്ങൾ രൂക്ഷമായി നടക്കുകയാണ്. അമേരിക്കയും റഷ്യയും തമ്മിൽ ഉക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുന്നതിന് വേണ്ടി ഫ്ലോറിഡയിലെ മിയാമിയിൽ കണ്ടിരുന്നു. അതിനു മുമ്പ് ഉക്രൈനുമായിട്ട് ചർച്ച നടത്തിയിരുന്നു. പുരോഗതിയുണ്ടെന്ന് പറയുന്നുണ്ടെങ്കിലും കാര്യങ്ങൾ അതീവ രൂക്ഷമാണ്. ഒഡേസയിൽ തന്നെ 1,25,000 പേരുടെ വീടുകളിൽ വൈദ്യുതിയില്ല. അവിടെ ഒരുപാട് സ്ഥലങ്ങളിൽ ആക്രമണം നടക്കുന്നു. അതിനിടയിൽ ഇസ്രായേലിൽ SKN വലിയ ആക്രമണം. ഇസ്രായേൽ കയറി ഗസയിൽ നടത്തിയ ആക്രമണത്തിൽ 2 പലസ്തീനികൾ കൊല്ലപ്പെട്ടു. അതുപോലെ തന്നെ 3 പേർ ലെബനോനുമായിട്ട് 1 വർഷമായിട്ട് വെടിനിർത്തലുണ്ട്. പക്ഷെ അവിടെ കയറി വീണ്ടും ആക്രമിച്ചിരിക്കുന്നു. 3 പേർ അവിടുത്തെ ഒരു കാറിന് നേരെ നടത്തിയ ബോംബാക്രമണത്തിൽ ഇസ്രായേൽ നടത്തിയതിൽ 3 പേർ കൊല്ലപ്പെട്ടു എന്ന വാർത്ത കൂടി വരുന്നു. ക്രിസ്മസ് കാലത്ത് ലെബനോനും വെസ്റ്റ് ബാങ്കിലൊക്കെ വലിയ രീതിയിൽ ക്രിസ്മസ് ആഘോഷിക്കുന്നതാണ്. വെസ്റ്റ് ബാങ്കിലാണ് ബെത്ലഹം. അവിടെ ഈ ക്രിസ്മസ് ഒരുക്കങ്ങൾ നടക്കുന്നതിനിടയിലാണ് ഈ തരത്തിലുള്ള ആക്രമണങ്ങൾ നടക്കുന്നത്. SKN ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.